രാജസ്ഥാൻ്റെ തലസ്ഥാന നഗരിയായ ജയ്പൂരിലെ ഒരു മാർക്കറ്റിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. ഭക്ഷണം കുറച്ച് വാങ്ങണം, ഈ മാർക്കറ്റിനെ കുറിച്ച് ഒന്നറിയണം. ഏതൊരു നാടിൻ്റെയും മാർക്കറ്റ് ആ നാടിൻ്റെ സ്പന്ദനം കൂടിയാണ്. ഏതൊരു നാട്ടിലേക്ക് എത്തുമ്പോഴും അത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. ഈ കച്ചവട സ്റ്റാളുകളെല്ലാം ഒരു പൊക്കത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ട് കീഴേ ഉള്ളത് അവരുടെ സ്റ്റോറേജ് സ്പേസ് ആണ്. അതിന് മുകളിലാണ് ഓരോ കച്ചവടക്കാരും ഇരിക്കുന്നത്. എല്ലാവരും ഒരു പുഞ്ചിരിയോടെയാണ് വരവേൽക്കുന്നത്. അതിനിടക്കാണ് ഇവളുടെ ഒരു കാഴ്ച കണ്ടത്. ഒരു കടയിൽ കയറി അവൾക്കിഷ്ടമുള്ളതെല്ലാം എടുത്തു കഴിക്കുന്ന ഒരാട്. കൗതുകം തോന്നി. പിന്നെ കുറേ നേരം അവിടെ അങ്ങിരുന്നു. എന്താണ് ഇവളുടെ ഭാവി പരിപാടി എന്നറിയാൻ. അവൾക്കിഷ്ടമുള്ളതെല്ലാം അവൾ തിരഞ്ഞെടുത്ത് കഴിക്കുകയാണ്. വേണ്ടതെല്ലാം അവൾ സെലക്ട് ചെയ്യുന്നു. ആരും അവളെ തടുക്കുന്നില്ല. കച്ചവടക്കാരൻ കച്ചവടം കഴിഞ്ഞതിൻ്റെയോ നോട്ടെണ്ണുന്നതിൻ്റെയോ തിരക്കിലാണ്. അദ്ദേഹത്തെ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എടുത്തുകൊള്ളട്ടെ എന്ന്. ഈ മാർക്കറ്റിലുടനീളം ഒരുപാട് ആടുകളെ കണ്ടു. എല്ലാവർക്കും ഈ സൗകര്യമുണ്ടോ എന്നറിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നല്ലേ. തൊട്ടടുത്ത കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവളെ ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൾ പൊക്കത്ത് കയറി തൻ്റെ അടുത്ത ഭക്ഷണം തിരയുകയാണ്. ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളുമെല്ലാം വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. നമുക്ക് പേരറിയുന്നതും നമ്മൾ കാണാത്തതുമായ ഒരുപാട് ഐറ്റംസും ഇവിടെയുണ്ട്. നമ്മുടെ നാടുകളിൽ കിട്ടുന്ന പല പഴങ്ങളും പച്ചക്കറികളുമൊക്കെ ഇവിടെ കാണാമെങ്കിലും ഇവനെ പോലുള്ള ചില ആളുകളെ പരിചയമില്ല. രാത്രിയിലും കച്ചവടം തകൃതിയായി നടക്കുകയാണ്. സമയം 10 എല്ലാ മാർക്കറ്റും ഇത്ര നേരം ഉണ്ടാവുമോ എന്നറിയില്ല. നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഇങ്ങനെ കാണാറില്ല. പച്ചക്കറി മാർക്കറ്റൊക്കെ അതിരാവിലെ തുടങ്ങുകയും വൈകിട്ടോടെ അവസാനിക്കുകയും ചെയ്യും. ചിലയിടത്ത് കച്ചവടം തകൃതിയായി നടക്കുമ്പോൾ മറ്റിടത്ത് ചില ആളുകൾ കുറവായത് കണ്ടു. ഇതൊരു ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. അദ്ദേഹവും ചിരിച്ചുകൊണ്ടാണ് വരവേറ്റത്. ചിരിച്ചുകൊണ്ട് അതിഥികളെ വരവേൽക്കുന്നത് ഒരു നല്ല കാര്യമായി തോന്നി. എല്ലാവർക്കും അനുകരിക്കാവുന്ന ഒരു കാര്യമായി തോന്നി. അവിടെ നിന്നും കുറച്ച് പഴങ്ങളും പച്ചക്കറികളുമെല്ലാം വാങ്ങി. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും അവരെ അകത്താക്കാമെന്നാണ് കരുതുന്നത്. അതിനിടക്കാണ് ഈ കാഴ്ച കണ്ടത്. ഒരു പൂവാലനാട്. എങ്ങനെ മറ്റുള്ളവർക്കൊരു ശല്യമാവാം എന്നായിരിക്കും അവൻ ചിന്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തൻ്റെ പ്രണയത്തിൻ്റെ രീതി ഇങ്ങനെയാണെന്നും അവൻ പറഞ്ഞേക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളുത്ത നിറത്തിലുള്ള ആടുകളെല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്നത് പലയിടത്തും നമുക്ക് കാണാം. എന്നാൽ ഈ ശല്യം ചെയ്യുന്ന ആടിൻ്റെ വർഗം ബന്ധിപ്പിച്ചിട്ടേയില്ല. എല്ലായിടത്തും അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതെന്ന് പലപ്പോഴും ആലോചിച്ചു. പലരോടും ചോദിച്ചു. ഒന്നും പറയുന്നില്ല. അവരൊക്കെ ഇവിടെയുള്ള അന്തേവാസികളാണ് എന്നാണ് അവരുടെ മറുപടി. അത് ശരിയായിരിക്കും. ഇവരെ പോലെ, അവിടുത്തെ ജനങ്ങളെപ്പോലെ അവിടുത്തെ ആടുകളും അന്തേവാസികളായി മാറിയിരിക്കുന്നു.